ഒരു പുക കൂടി എന്ന കവിതയിൽ കൽപ്പറ്റ നാരായണൻ ഇങ്ങനെ എഴുതി. നിങ്ങൾക്കറിയാമോ, ഒരിക്കൽ ചങ്കൂറ്റത്തിൻ്റെ പ്രതിരൂപമായിരുന്നു ഞാൻ. കൂസലില്ലാതെ ജീവിച്ചവരുടെ ചുണ്ടിൽ ഞാൻ ജ്വലിച്ചു. നട്ടപ്പാതിരകളിലും കാട്ടിടകളും എനിക്ക് ഹൃദിസ്ഥം. എൻ്റെ വെളിച്ചത്തിൽ ഒറ്റത്തടി പാലങ്ങൾ തെളിഞ്ഞു. അന്നൊക്കെ ലക്ഷ്യങ്ങളിലേക്ക് 5ഉം 8ഉം പീടിയുടെ ദൂരം. ചുമരെഴുതാനും പോസ്റ്റർ ഒട്ടിക്കാനും പാട്ടെഴുതാനും ഞാൻ കൂടി. മാറ്റത്തിന് ഞാൻ കൂട്ടിരുന്നു. കയ്യൂരിലും പുൽപ്പള്ളിയിലും കൈപൊള്ളുന്നതുവരെ ഞാൻ എരിഞ്ഞു. നാടകവേദികൾക്ക് വേണ്ടി, ഫിലിം സൊസൈറ്റികൾക്ക് വേണ്ടി ഞാൻ ഉറക്കൊഴിച്ചു. ഞാൻ പ്രവർത്തിക്കാത്ത പ്രസ്ഥാനങ്ങളില്ല. തണുപ്പിൽ ഇരുട്ടിൽ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഗുരുതരമായ ഏകാന്തതയിൽ ഞാനായിരുന്നു തുണ. വാൻഹായി 503 ചരക്ക് കപ്പൽ അഴീക്കലിനടുത്ത് പുറംകടലിൽ കത്തിയതിനെ തുടർന്ന് കണ്ണൂരിൻ്റെ തീരപ്രദേശത്ത് വായുമലിനീകരണ പരിശോധന നടത്തി. പയ്യാമ്പലത്തിനും അഴീക്കൽ തുറമുഖത്തിനും ഇടയിലുള്ള ഭാഗത്താണ് മലിനീകരണ നിയന്ത്രണ ബോർഡ് അധികൃതർ പരിശോധിച്ചത്. അന്തരീക്ഷ വായുവിൻ്റെ ഗുണനിലവാരം പരിശോധിക്കാനുള്ള RDS മെഷീൻ ഉപയോഗിച്ച് നൈട്രജൻ ഓക്സൈഡ്. ലോകരാഷ്ട്രീയത്തിന്റെ ചരിത്രവും വർത്തമാനവും ഇങ്ങനെ ഉയർന്നു കേൾക്കുന്ന ഒരു തൊഴിൽമുറി മറ്റെവിടെയുമല്ല. വടക്കൻ കേരളത്തിലെ സ്ത്രീ മുന്നേറ്റത്തിനും സാമൂഹിക ഉന്നമനത്തിനും തൊഴിലാളി സമൂഹത്തിന്റെ ജീവിതം കാലാന്തരമായി പുതുക്കിയും ഉറപ്പിച്ചും പോകുന്ന കേരളത്തിന്റെ സ്വന്തം കേരള ദിനേശ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ പതിനായിരക്കണക്കിന് തൊഴിൽ ചെയ്ത ഒരു വ്യവസായമായിരുന്നു ബീഡി വ്യവസായം. എന്നാൽ 1967 കേരളത്തിലെ ഗവൺമെൻറ് ബീഡി സിഗർ ആക്ട് നടപ്പിലാക്കാൻ തീരുമാനിച്ചപ്പോൾ അന്യ സംസ്ഥാനത്തുള്ള മിക്കവാറും കർണാടകത്തിലുള്ള ബീഡി മുതലാളിമാരാണ് കണ്ണൂർ ജില്ലയിൽ വ്യവസായം നടത്തിയത്. അവർ ഈ ആനുകൂല്യം കൊടുക്കേണ്ടി വരും നിയമം നടപ്പാക്കിയാൽ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥാപനം അടച്ചുപൂട്ടുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. അങ്ങനെ ആ കാലഘട്ടത്തിൽ പതിനായിരക്കണക്കിന് തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. തൊഴിൽ നഷ്ടപ്പെട്ടപ്പോൾ തൊഴിലാളികൾ വല്ലാത്ത രീതിയിൽ പ്രയാസം അനുഭവിച്ചപ്പോൾ ഗവൺമെൻറ് ആ പ്രശ്നത്തിൽ ശക്തമായ രീതിയിൽ തൊഴിലാളികളെ പ്രക്ഷോഭത്തിൻ്റെ ഇടപെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തൊഴിലാളികളെ സംരക്ഷിക്കാൻ അന്നത്തെ EMS ഗവൺമെൻറ് ബീഡി സഹകരണ സംഘം രൂപീകരിക്കാൻ തീരുമാനിച്ചത്. അങ്ങനെയാണ് കേരളത്തിൽ കേരള ദിനേശ് ബീഡി എന്ന് പറയുന്ന പ്രസ്ഥാനം കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലായി 20 ഇതേമാതിരി പ്രാഥമിക സംഘങ്ങൾ രൂപീകരിച്ചുകൊണ്ട് 40,000-ൽ പരം തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുത്തിരുന്നു. ഇപ്പം ദിനേശ് ബീഡിക്ക് കേന്ദ്ര സംഘം എന്നാണ് നമ്മുടെ ഈ സംഘത്തിൻ്റെ പേര്. ദിനേശ് ബീഡിയുടെ സെൻട്രൽ സൊസൈറ്റി. ഇതിൻ്റെ കീഴിൽ 22ഓളം പ്രൈമറി സൊസൈറ്റികളുണ്ട്. ഈ 22 പ്രൈമറി സൊസൈറ്റിയുടെ കീഴിൽ 1,200ഓളം ബ്രാഞ്ചുകളുണ്ട്. ഈ ബീഡി തിരക്കുന്ന ഫാക്ടറികൾ. ഈ ഫാക്ടറികളിലെ തൊഴിലാളികൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ എല്ലാ പത്രവും വരുത്തി, പത്രം മാത്രമല്ല ചെറുകഥ, കവിത, അതുപോലെ തന്നെ നോവലുകൾ എല്ലാം വായിക്കുന്ന ഒരു സംവിധാനം അവർ കണ്ടെത്തിയിരുന്നു. എല്ലാ കമ്പനികളിലും മൈക്ക് വെച്ച് ഒരാൾ ചുമതലപ്പെടുത്തുന്നത് വായിക്കാൻ അറിയുന്ന ഒരാളെ ചുമതലപ്പെടുത്തിയത് വായിക്കും. ഇല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ആളുകളെല്ലാം ചിലപ്പോൾ വായിച്ചു കൊടുക്കും. ഞാൻ ഉൾപ്പെടെ പണ്ട് കമ്പനിയിൽ പോയി പത്രം വായിച്ചു കൊടുത്തിട്ടുണ്ട്, കഥകൾ വായിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വായിച്ചു കൊടുക്കുന്ന അയാൾക്കപ്പോൾ ഒരു ബീഡി തൊഴിലാളിയാണ് അത് വായിച്ചു കൊടുക്കുന്നതെന്ന് വിചാരിച്ചോ, അയാൾക്ക് ജോലി ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവരെല്ലാവരും കൂടി കുറച്ച് ബീഡി അയാൾക്ക് വേണ്ടി മാറ്റി വെക്കും. അയാൾ എത്രത്തോളം ബീഡി തിരക്കുന്നു, ആ ബീഡി എത്ര സമയമാണ് ഈ പത്രത്തിൽ വായനക്ക് ഉപയോഗിക്കുന്നത്, ആ സമയത്ത് എത്രത്തോളം ബീഡികൾ അദ്ദേഹം തിരക്കും, ആ തിരക്കുന്ന ബീഡി ആര് കൊടുക്കും? മറ്റ് തൊഴിലാളികൾ കൂടി തിരച്ച് അവർക്ക് കൊടുക്കും. അങ്ങനെ അയാളുടെ സാമ്പത്തിക പ്രശ്നവും അയാളുടെ തൊഴിലിനെയും ബാധിക്കാത്ത രീതിയിൽ ഈ തൊഴിലാളികൾ, അതാണ് ഒരു ഭയങ്കര സാംസ്കാരിക മുന്നേറ്റം എന്ന് പറയുന്നത്. ഭയങ്കര വായനക്കാരാണ്. ദേശാഭിമാനി, അതുപോലെ തന്നെ മാതൃഭൂമി, മനോരമ, എല്ലാ പത്രങ്ങളും. അയാളിപ്പോൾ വേറെ രാഷ്ട്രീയമൊന്നുമില്ല, എല്ലാ പത്രങ്ങളും വായിക്കും, കഥകൾ വായിക്കും, നോവലുകൾ വായിക്കും, ചെറുകഥകൾ വായിക്കും, അതുപോലെ തന്നെ കവിതകൾ വായിക്കും, ചർച്ച നടത്തും അവർ പരസ്പരം. അങ്ങനെ ഒരു സാംസ്കാരിക മുന്നേറ്റത്തിൻ്റെ കേന്ദ്രമാണ് കേരള ദിനേശ് എന്ന് പറയുന്നത്. തൊഴിലാളി ചൂഷണത്തിനെതിരായി ഉയർന്നു വന്ന കേരള ദിനേശ് ഗ്രാമീണ ജീവിതങ്ങളുടെ മുഖവും സമ്പാദ്യവുമായി മാറി. തൊഴിലാളികളെ ആത്മാഭിമാനമുള്ളവരാക്കി മാറ്റുന്നതിനോടൊപ്പം ശക്തമായ രാഷ്ട്രീയ പ്രബുദ്ധരാക്കാനും അത് ശ്രമിച്ചു. 8 മണി മുതൽ 6 മണി വരെ നമുക്ക് പണിയെടുക്കാം.
ഇപ്പോൾ ആഴ്ചക്ക് 4 ദിവസമേ നമുക്ക് ഇത്ര ദിവസം വരെ പണി ഉണ്ടായിട്ടില്ല. ഈ ആഴ്ച മുതൽ ഒരു ദിവസം കൂടി. ഇപ്പോൾ ഈ ആഴ്ച മുതൽ വെള്ളിയാഴ്ച മുതൽ പണിയായി. നാളെ മുതൽ കുറേ കാലമായി നമുക്ക് വെള്ളിയും ചൊവ്വയും പണിയില്ല. ആഴ്ചക്ക് 4 ദിവസമേ പണി ഉണ്ടായിട്ടുള്ളൂ. വീട്ടിൽ നമ്മൾ മക്കളെയെല്ലാം പോറ്റിയത് ഈ പണിയെടുത്തിട്ട് തന്നെയാണ്. പിന്നെ മക്കളെ കല്യാണം കഴിഞ്ഞ് പഠിപ്പ് കഴിഞ്ഞ് അവരെല്ലാം നല്ല ഇതിലായി. ജോലിയൊന്നും ആയിട്ടില്ല. പഠിപ്പെല്ലാം കഴിഞ്ഞ് ഭർത്താക്കന്മാരെല്ലാം നല്ല ഇല്ലാന്ന്, കുഴപ്പമില്ല. പണിയില്ലാണ്ട് നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. നമുക്കെല്ലാം കുറേ ഭർത്താവൊന്നും ഇല്ലാത്ത ആയതുകൊണ്ട് കുറേ ബുദ്ധിമുട്ടുണ്ട്. ഭർത്താവ് മരിച്ചിട്ട് കുറച്ച് കൊല്ലമായി. അതുകൊണ്ട് മക്കളെയെല്ലാം പോറ്റിയെടുക്കാനെല്ലാം കുറേ പാടുപെട്ടിന്. ഈ മേഖലയൊക്കെ 18 വയസ്സിൽ ദിനേശ് എത്തിന് ഇപ്പം 39 കൊല്ലമായി ദിനേശ് കയറിയിട്ട്. അന്നേരം ജീവിതത്തിൻ്റെ കുടുംബത്തിൻ്റെ പ്രാരാബ്ദം കൊണ്ട് ദിനേശിൽ വീട് പണിയിലേക്ക് വന്നതാണ്. ഇപ്പോൾ റിട്ടയർഡ് ആകാനായി. അടുത്ത വർഷം റിട്ടയർഡ് ആകും. മുമ്പെല്ലാം നല്ല പണി, ഇഷ്ടംമാതിരി നല്ല പണിയുള്ളതായിരുന്നു മുമ്പെല്ലാം. ഇപ്പം പണി കുറച്ചിട്ട് വർഷങ്ങൾ കുറേയായി. പ്രതിസന്ധിയാണ് ദിനേശ് വീട് മേഖല പ്രതിസന്ധി ഉള്ളത്. പുകവലിയിലോടുള്ള വിരോധം കൊണ്ട് വളരെ പ്രതിസന്ധിയിലാണ്. എനിക്ക് വീട് എല്ലാവരും 50-52 വയസ്സായ കൂട്ടം ഉള്ളത്. എല്ലാം റിട്ടയർഡ് ആയ ഒരു 3 കൊല്ലം 4 കൊല്ലം നമുക്ക് ദിനേശിൻ്റെ തൊഴിൽ മേഖല തീരും. പിന്നെ ദിനേശിൻ്റെ പുതിയ IT ഇതെല്ലാം തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതിലൊരു പുരോഗതി ഉണ്ടാവും. ദിനേശ് മേഖല ഒരു 5 കൊല്ലം വരുമ്പോൾ പിന്നെ പുതിയ ആരും എടുക്കുന്നില്ലല്ലോ. തിരുനെൽവേലിയിലും ബംഗാളിലും നിർമ്മിച്ചു കേരളത്തിലെത്തുന്ന തൊഴിലാളി ചൂഷണങ്ങളുടെ ബീഡിക്കെട്ടുകൾ കേരള ദിനേശിന്റെ ആധിപത്യം തകർത്തു. ബീഡി വലിക്കുന്നവരുടെ എണ്ണത്തിൽ വന്ന കുറവും കയറ്റുമതി തകർച്ചയും തിരിച്ചടിയായി. ഒഴിഞ്ഞുപോക്കുകൾക്ക് ഒടുവിൽ ബാക്കിയുള്ള തൊഴിലാളികളെ എങ്ങനെ സംരക്ഷിച്ചു നിർത്തുമെന്നായി ചോദ്യം. അങ്ങനെ സംഘത്തിനും നിലനിൽപ്പിനായി പുതിയ വഴികൾ കണ്ടെത്തേണ്ടി വന്നു. ബീഡി മേഖലയിലെ തൊഴിലാളികൾ കൊഴിഞ്ഞുപോക്ക്, അവരുടെ കുടുംബത്തിൻ്റെ ദാരിദ്ര്യം, അപ്പോൾ അവരെയും ഈ തൊഴിലാളികളെ സംരക്ഷിക്കണം. അപ്പം നമ്മുടെ ഈ മേഖലയിൽ ഇപ്പോൾ വൈവിധ്യവൽക്കരണം എന്ന ആശയം ഉടലെടുത്തപ്പോൾ ആ മേഖലയിൽ തൊഴിൽ കൊടുക്കാൻ തീരുമാനിച്ചത് ബീഡി മേഖലയിൽ ജോലി ചെയ്യുന്ന, ദിനേശ് ബീഡി മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കും, അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങൾക്ക് കൊടുക്കും. അപ്പോൾ അവർ ആ കുടുംബാംഗങ്ങളെയും ആശ്രിതരെയും സംരക്ഷിക്കാൻ വേണ്ടിയാണ് എന്താണ് വഴി, അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഈ ഫുഡ് മേഖലകളിലേക്ക് ആദ്യം കടന്നത്. ഒട്ടേറെ ഉൽപ്പന്നങ്ങൾ നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ പോയാൽ കാണാൻ വേണ്ടി കഴിയും. ദിനേശിൻ്റെ ഒട്ടേറെ ഉൽപ്പന്നങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട തേങ്ങാപ്പാൽ, തേങ്ങാപ്പൊടി, മറ്റ് കറി പൗഡറുകൾ, മസാലകൾ, സ്ക്വാഷുകൾ, ജാമ്, അതുപോലെ തന്നെ അച്ചാറുകൾ, ഇതെല്ലാം ഈ തൊഴിലാളികളെല്ലാം മിക്കവാറും നമ്മുടെ ദിനേശ് ബീഡി തൊഴിലാളികളായിരിക്കും. അതുപോലെ അംബ്രല ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ദിനേശ് ബീഡി തൊഴിലാളികളാണ്. പിന്നീട് കുറച്ച് കഴിയുമ്പോഴാണ് IT മേഖലയിലേക്ക് കടന്നത്. IT മേഖല എന്ന് പറഞ്ഞാൽ ബീഡി തൊഴിലാളികൾക്ക് കൊടുക്കാൻ വേണ്ടി കഴിയില്ല. പക്ഷേ അവരുടെ കുടുംബത്തിലെ ആരെങ്കിലും IT എഞ്ചിനീയറിങ്ങോ മറ്റോ കഴിഞ്ഞിട്ട് പാസ്സായിട്ടാണ് അവർക്ക് കൊടുക്കാൻ വേണ്ടി. എല്ലാറ്റിനും സംവരണം എന്ന് പറയുന്നത് ദിനേശ് തൊഴിലാളികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംവരണമാണ്. ദിനേശിൻ്റെ കുറേ കാലം ഉപയോഗിക്കുന്നത് നല്ല ക്വാളിറ്റി സാധനമാണ്. നമുക്ക് ധൈര്യത്തോടെ വാങ്ങാം. ഒരു തരത്തിലുള്ള കെമിക്കൽസ് ഇല്ലയെന്നാണ് നമുക്ക് ഉപയോഗിച്ചിട്ട് തോന്നുന്നത്. കെമിക്കൽസ് കുറവാണ്. പൊതുവേ ഉള്ള പൗഡറിനെ അപേക്ഷിച്ച് ദിനേശിൻ്റെത് 99% പെർഫെക്റ്റ് ആയിരിക്കും. നമ്മൾ അപ്പാരൽസിൽ ദിനേശിൻ്റെ ഷർട്ട് ഞങ്ങൾ ഭൂരിഭാഗം ചെയ്യുന്നത് എക്സ്പോർട്ടാണ്. എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട് ചെയ്യുന്നത് മാത്രമല്ല, പുറത്തുള്ള വിദേശത്തുള്ള കമ്പനികൾ നമുക്ക് തുണികളും അതുപോലെ തന്നെ അതിൻ്റെ റോ മെറ്റീരിയലും തന്നാൽ നമ്മൾ തയ്ച്ചു കൊടുക്കും. അങ്ങനെ കുറേ രാജ്യങ്ങളിലേക്ക് നമ്മൾ കയറ്റി അയക്കുന്നുണ്ട്. കയറ്റി അയക്കുന്നു പറഞ്ഞാൽ അവരുടെ വർക്ക് നമ്മൾ ഏറ്റെടുക്കുന്നുണ്ട്. ഇപ്പോൾ ട്രെൻഡ്സിൻ്റെ വർക്ക് അടക്കം ഉൾപ്പെടെ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഇതാണ് ദിനേശിന്റെ ഗാർമെന്റ്സ് യൂണിറ്റ്. കേരളത്തിലെ എല്ലാ പ്രമുഖ ടെക്സ്റ്റൈൽസുകളിലേക്കും വസ്ത്രങ്ങൾ എത്തുന്നത് ഇവിടെ നിന്നുമാണ്. ബീഡി തൊഴിലാളികളുടെ മക്കളാണ് കൂടുതലും ഇവിടെ ജോലി ചെയ്യുന്നത്. നമുക്ക് അതിൻ്റെ 3 യൂണിറ്റ് ഉണ്ട്. 3 യൂണിറ്റിൽ ഒന്ന് താണ, ചാല, ചെറുവത്തൂർ 3 യൂണിറ്റിൽ ഒരു 250 ആൾക്കാർ വരെ ജോലി ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെ കൂടെ വർക്കേഴ്സ് ഇത് നോക്കുകയാണെങ്കിൽ 100 വർക്കേഴ്സാണ് ഇതിനകത്തുള്ളത്. 100 വർക്കേഴ്സ് 3 യൂണിറ്റിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ വർക്ക് ചെയ്യുന്നത് നമുക്കൊന്ന് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ എക്സ്പോർട്ടിൽ എന്ന് വെച്ചാൽ റെഡ്ടേക്കിൻ്റെ ബ്രാൻഡാണ് നമുക്ക് ചെയ്യുന്നത്. ജോബ് വർക്കിംഗ് ആയിട്ട് ഹെന്നീസിൻ്റെ ജോബ് വർക്കിംഗ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടുതലും നമുക്ക് ഷർട്ടുകളാണ് കൂടുതലും വരുന്നത്. ഷർട്ട് റെഡ്ടേക്കിൻ്റെയാണ് ബോയ് ഷർട്ടുകളാണ് വരിക. തേങ്ങാപ്പാലിന് ഏറ്റവും
നല്ല പ്രോഡക്റ്റാണ്. ഇപ്പോൾ അമേരിക്കയിലേക്ക് അടക്കം കയറ്റി അയക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഉള്ളത്. മറ്റു വിദേശ രാജ്യങ്ങളിലേക്ക് നമ്മളതെല്ലാം കയറ്റി അയക്കണം. പക്ഷേ വേണ്ടത്ര നമുക്ക് പ്രൊഡക്റ്റ് എടുക്കാൻ പറ്റാത്തതിൻ്റെ ഒരു സാഹചര്യം മാത്രമാണ് നമ്മളെ സംബന്ധിച്ചിട്ടുള്ളത്. ഡിമാൻഡ് ഇല്ലായിട്ടല്ല, ഭയങ്കര ഡിമാൻഡുണ്ട്. നമുക്ക് ഡിമാൻഡിനനുസരിച്ച് സാധനം സപ്ലൈ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ ഇപ്പോൾ നിലവിലുണ്ട്. 1968 നിന്ന് 2025 എത്തുമ്പോൾ കേരള ദിനേശ് ആർജിച്ച മാറ്റം സമൂഹത്തിനൊരു പാഠപുസ്തകമാണ്. പാരമ്പര്യ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിനോടൊപ്പം അന്താരാഷ്ട്ര നിലവാരമുള്ള അംഗീകാരങ്ങൾ നേടിയ പുതിയ വഴികൾ കൂടി കണ്ടെത്തി. ഒരു കാലത്ത് കത്രികയുടെയും ഇരുമ്പ് തകരയുടെയും മാത്രം ശബ്ദം കേട്ടിരുന്ന കേരള ദിനേശിന്റെ തൊഴിൽശാലയിൽ ഇന്ന് കീബോർഡിന്റെയും യന്ത്രങ്ങളുടെയും ശബ്ദമാണ് മുഴങ്ങിക്കേൾക്കുന്നത്. ഇവിടെ ഇപ്പം ദിനേശിൻ്റെ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ സോഫ്റ്റ്വെയർ അതാണ് മെയിനായിട്ട് ഇവിടെ ചെയ്യുന്നത്. പിന്നെ അതുകൂടാണ്ട് ബില്ലിംഗ് സോഫ്റ്റ്വെയർ, എൽവെൻട്രി, ഇ പാസ്, അങ്ങനെ കുറേ സോഫ്റ്റ്വെയർ IT സെക്ഷനിൽ പോയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഡാറ്റ സെൻറ്റർ ഉണ്ട്, സ്റ്റോറേജ് വരുന്നത് ബാങ്കിൻ്റെയൊക്കെ ഡാറ്റ സെക്യൂറായിട്ട് ഡാറ്റ സ്റ്റോറേജ് ഉണ്ട്. അതുപോലെ തന്നെ വന്യജീവി ആക്രമണത്തിൽ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് നേരിടുന്നൊരു പ്രശ്നമാണ്. അതിന് വേണ്ടിയിട്ട് ദിനേശ് IT ഒരു ക്യാമറ, ഒരുപാട് ഇതിലെ ക്യാമറയൊക്കെ വെച്ചിട്ടുള്ള ഒരു പ്രൊജക്റ്റിലേക്ക് നീങ്ങിയിട്ടുണ്ട്. അതൊക്കെ വലിയ നേട്ടമാണ്. ഇങ്ങനത്തെ ഒരു സ്ഥാപനത്തിൽ നിന്ന് നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വലിയൊരു അഭിമാനം തന്നെയാണ്. അസോച്ചം അവാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അസോച്ചം അവാർഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വ്യാവസായിക രംഗത്തുള്ള അവാർഡുകളാണ്. അതുപോലെ തന്നെ ഒട്ടേറെ അവാർഡുകൾ, ഫുഡ് സേഫ്റ്റി അവാർഡുകൾ, ഒട്ടേറെ അവാർഡുകൾ നമുക്ക് നമ്മുടെ GSTയിലെ ഒരു അവാർഡ് നമുക്ക് കഴിഞ്ഞ വർഷം കിട്ടിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ ടോപ്പ് ടാക്സ് ഫെയർ അവാർഡ് കേരള ദിനേശിന് ലഭിച്ചിട്ടുണ്ട്. മുന്നേറ്റത്തിനായി തുടക്കം കുറിച്ച പല സ്ഥാപനങ്ങളും ഇന്ന് മാഞ്ഞു കഴിഞ്ഞു. പല ബ്രാൻഡുകളും അവസാനിച്ചു. പക്ഷേ ദിനേശ് നിലനിൽക്കുന്നു. ചരിത്ര സംഭവങ്ങളുടെ, സമരങ്ങളുടെ, ഒഴിച്ചുകൂടാനാവാത്ത ഗാഥകളുമായി.